വടകരയിലെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അതിലേക്ക് പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം ഭേദഗതി ആരുടെ അജണ്ട അനുസരിച്ച് കൊണ്ടുവന്നാൽ അതിലാർക്കും ഒരു സംശയം ഉണ്ടാകേണ്ടതായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് RSS ജനിച്ച നാൾ മുതൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മതനിരപേക്ഷതക്കെതിരായ കാര്യങ്ങളാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഭരണഘടന അംഗീകരിക്കുന്നു, നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അത് വിശദമായ ചർച്ചയിലൂടെയാണ്. മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. അതടക്കം ചർച്ച ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രമുഖരായ സകലമാന പേരും അഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ആ നാൾ മുതൽ RSS അതിനെതിരായിരുന്നു. മതാധിഷ്ഠിത രാഷ്ട്രമാകണം നമ്മുടെ രാജ്യം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഈ കാര്യത്തിൽ RSS അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ, കൂട്ടക്കശാപ്പുകൾ, ചിലയിടങ്ങളിലെ വംശഹത്യ, ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതായിരുന്നില്ല. നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് നടന്ന കാര്യങ്ങളാണ്. കലാപത്തിനിരയായവര് അവര് നേരത്തെ പറഞ്ഞു വെച്ച രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.